ഇന്ന് പറയാൻ പോകുന്നത് ടാലിയിലെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് അത് എന്തിനാണ് യൂസ് ചെയ്യണം എന്നുള്ളത് നോക്കാം. അതായത് എന്തിനാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, എന്തിനാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ടാലിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് കമ്പനികളിൽ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കമ്പനിയിലെ ഡീറ്റെയിൽസ് തന്നെയാണ് മറ്റേതിലും കുറേയൊക്കെ ഉള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ കമ്പനിയിൽ വീണ്ടും ഡീറ്റെയിൽസ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. അതായത് ലെഡ്ജർ, അതേപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റം, ട്രാൻസാക്ഷൻ, ഇതൊന്നും നമ്മൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫേമിൽ നിന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് മറ്റേ നമ്മുടെ പുതിയ കമ്പനിയിലേക്ക് നമുക്ക് ഡാറ്റകൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലിയിലെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമുക്കിപ്പോൾ ലെഡ്ജേഴ്സ് ആണ് നമുക്കിപ്പോൾ എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഫസ്റ്റിൽ നമുക്ക് ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ ലെഡ്ജേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പം നമുക്ക് ഇതിലാണ് ഈ ലെഡ്ജറാണ് നമുക്ക് ഫസ്റ്റിൽ എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇവിടെ വെച്ചിട്ട് Alt E പ്രസ് ചെയ്താൽ മതി. ഇവിടെ എക്സ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. നമുക്കിവിടെ കോൺഫിഗർ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ കോൺഫിഗർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇവിടെ ഷോ മോർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇവിടെ ചോദിക്കും. ഇപ്പോൾ ഇവിടെ ചോദിക്കും എക്സ്പോർട്ട് ക്ലോസിംഗ് ബാലൻസ് ആസ് ഓപ്പണിംഗ് ബാലൻസ് എന്ന്. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ആ കമ്പനിക്ക് ഈ ബാലൻസ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ യെസ് ആണ് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുള്ളൂ. നമുക്ക് യെസ് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് യെസ് കൊടുക്കാം. പിന്നുള്ളതാണ് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഫയൽ നെയിമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതിലേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫയൽ നെയിം ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ master.xml ആണ്. അപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫയൽ എപ്പോഴും നമ്മളിവിടെ ഫയൽ നെയിമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫയൽ നെയിം എന്നുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാലിയിൽ നമുക്കിവിടെ .xmlക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ master.xml തന്നെയാണ് കൊടുക്കുന്നത്. ഇതിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇനി നമുക്ക് ഈ ഡാറ്റ നമുക്ക് ഇനി സെൻഡ് ചെയ്യാം. ഇവിടെ സെൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. നമ്മളിത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും ഇവിടെ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫയൽ XML ആയിട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ലെഡ്ജേഴ്സ് ആണ് നമുക്ക് ഇനി അടുത്ത കമ്പനിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇമ്പോർട്ട് എന്നുള്ള കമ്പനിയിലേക്കാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു പുതിയ കമ്പനിയിലേക്കാണ് ഇതാക്കേണ്ടത്. അപ്പോൾ ഈ കമ്പനിയിലാണെങ്കിൽ ഒരു ലെഡ്ജറും ഇല്ല. നമുക്ക് നോക്കാം. ഓൾട്ടർ എടുത്തു, ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇതിൽ ഒരു ലെഡ്ജറും ഇല്ല, കാരണം ഇതൊരു പുതിയ കമ്പനിയാണ്. അപ്പം നമുക്കിനി ഇവിടെ ഈ കമ്പനിയിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തു. അതിൽ മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിന് ഇവിടെ നമുക്ക് master.xml ആണ് എടുക്കേണ്ടത്. ഇവിടെ master.xml സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും ഇങ്ങനെ കമ്പൈൻ ഓപ്പണിംഗ് ബാലൻസ്, അതേപോലെ തന്നെ ഇഗ്നോർ ഡ്യൂപ്ലിക്കേറ്റ്സ്, മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ. അതായത് നമുക്കിപ്പോൾ മുമ്പത്തെ കമ്പനിയിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന കമ്പനിയിലേക്ക് രണ്ടും കൂടി വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പൈൻ ഓപ്പണിംഗ് ബാലൻസ് എടുക്കാം. നമുക്ക് അതുപോലെ തന്നെ ഇഗ്നോർ ഡ്യൂപ്ലിക്കേറ്റ്, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിനെ ഇഗ്നോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്തിട്ടെടുക്കാം. മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുതിയ കമ്പനിയിൽ നമ്മൾക്ക് പഴയതും പുതിയതും കൂടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് വരിക. നമുക്കിവിടെ മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ എൻ്റർ അടിച്ചു. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലിപ്പോൾ നോക്കാം ലെഡ്ജറുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു, ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇതിൽ എല്ലാ ലെഡ്ജറുകളും ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. കാരണം ഇതിൽ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എല്ലാ ലെഡ്ജറുകളും വന്ന് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഐറ്റംസ് ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഇനി സ്റ്റോക്ക് ഐറ്റമാണ് എടുക്കേണ്ടത്. ഇവിടെ ചാർട്ട് ഓഫ് ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ സ്റ്റോക്ക് ഐറ്റംസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിവിടെ ഈ സ്റ്റോക്ക് ഐറ്റമാണ് നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മുകളിൽ എക്സ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ കറണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിവിടെ സെൻഡ് നമ്മൾ അടിച്ചു. നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതും ഇവിടെ മാസ്റ്റർ എന്നുള്ളതിലേക്കാണ് വന്ന് കിടക്കുന്നത്. ഇത് നമ്മൾ ക്ലോസ് ചെയ്തു.
ഇനി ഇതിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട കമ്പനി നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ഇമ്പോർട്ട് എന്നുള്ളത് എടുത്തു. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഇമ്പോർട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അതിൽ മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചു നമുക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഐറ്റംസ് വന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ റൈസും വീറ്റും വന്ന് കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതല്ലാതെ നമുക്ക് നോക്കാം. ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും സ്റ്റോക്ക് ഐറ്റംസ് 2 ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. പുതിയ കമ്പനിയിലെ സ്റ്റോക്ക് ഐറ്റംസ് 2 വന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ ആദ്യത്തെ കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ട്രാൻസാക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ഡാബുക്കിലാണ് പോകേണ്ടത്. ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡാബുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് എത്ര ട്രാൻസാക്ഷനാണ് വേണ്ടത്, ഡേറ്റ് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ട്രാൻസാക്ഷനാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിന്നാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ എക്സ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ഇവിടെ കറൻറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ കോൺഫിഗറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്കിവിടെ ടാബുക്കിലെ എല്ലാ ഡീറ്റെയിൽസ് എന്തൊക്കെ ഡീറ്റെയിൽസാണ് വേണ്ടതെന്നുള്ളതെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് നമ്മൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഫയൽ നെയിമിൻ്റെ അവിടെയാണെങ്കിൽ നമുക്കിപ്പോൾ daybook.xml എന്നുള്ളതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെൻഡ് എന്നുള്ളത് അടിച്ചു കൊടുക്കാം. നമുക്ക് ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഡാറ്റ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഡേബുക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ കമ്പനി എടുക്കാം. ഇവിടെ ഇമ്പോർട്ട് എന്നുള്ളൊരു കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇതിന് നമുക്ക് ഡേബുക്ക് ഉണ്ടോ നോക്കാം. അപ്പോൾ ഇതിലെ ട്രാൻസാക്ഷൻ ഒന്നുമില്ല, കാരണം ഇതൊരു പുതിയ കമ്പനിയാണല്ലോ. ഇനി നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഇമ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമുക്ക് ട്രാൻസാക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ daybook.xml എടുക്കേണ്ടത്. അപ്പോൾ daybook.xml സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി നമുക്കൊന്ന് ട്രാൻസാക്ഷൻ നോക്കാം. ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡേബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻസ് എല്ലാതും ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ വേറൊരു കമ്പനിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യലും അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യലും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.